ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മലയാളം 1ാമത്തെ പാഠം. അതിൽ വരുന്ന ഒരു ഭാഗമാണ് അരികെ അകലെ. കാത്തിരിപ്പ് എന്നുള്ള പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ 4ാം ക്ലാസ്സിലെ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണാനായി മുകളിൽ ഐ ബട്ടണായി ടീച്ചർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നോക്കിയാലോ. യാത്ര അകലത്തുള്ളവയെ അരികിലെത്തിക്കും, അത് കൗതുകം പകരും. എന്നാൽ യാത്രയിൽ കാത്തിരിപ്പിന്റെ നോവും നൊമ്പരവുമുണ്ട്. എങ്ങനെ? യാത്രയിൽ കാത്തിരിക്കുന്നവരുടെ നൊമ്പരമുണ്ടല്ലേ. നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നവരുണ്ട് തിരികെ വരാനായി, അവരുടെ നൊമ്പരങ്ങളുമുണ്ട്. അരികെ അകലെ. ചിത്രം നോക്കിയേ, ഒരമ്മ എന്തോ പ്രതീക്ഷിച്ചിരിക്കുന്നു അല്ലേ, ആരെയോ കാത്തിരിക്കുന്നു. നമുക്ക് കാത്തിരിപ്പ് എന്ന കവിത വായിക്കാം. എൻ മകൻ എന്തോ പോൽ വാരാഞ്ഞു തോഴി ചൊൽ, ഇന്നലെ ഇന്നേരം വന്നാനല്ലോ. കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ, കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലീ. കായ്കളെ കൊള്ളുവാൻ പാഴ്മരമേറിട്ടു, കാനനം തന്നിലെ വീണാനോ താൻ. ചാലെ തടുത്തു തെളിക്കുന്ന നേരത്തു, കാലികൾ കുത്തിക്കുതർന്നില്ലല്ലീ. കാനനം തന്നിലെ നൽവഴി കാണാഞ്ഞു, ദീനനായി നിന്നങ്ങുഴന്നാനോ താൻ. സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാലെ വഞ്ചിതനായാനോ ചൊല്ലു തോഴി. പിള്ളാരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കിടന്നാനോ താൻ. ചോറെല്ലാം മാറിച്ച മഞ്ഞു തുടങ്ങുന്നു, നീറുന്നീതുള്ളവും പിന്നെ പിന്നെ. ഇത് എഴുതിയത് ചെറുശ്ശേരിയാണ്. അദ്ദേഹത്തിന്റെ കൃഷ്ണഗാഥ എന്ന കൃതിയിൽ നിന്നെടുത്ത വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. പുതിയ കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. അല്ലൽ ദുഃഖം എന്നാണ് അർത്ഥം. ഉഴലുക ചുറ്റിത്തിരിയുക. കാനനം കാട്. കുത്തിക്കുതറുക കുത്തി മുറിവേൽപ്പിക്കുക. തറച്ചില്ലല്ലേ തറച്ചിട്ടുണ്ടാവില്ല അല്ലേ. തോഴി കൂട്ടുകാരി. ദീനൻ വിഷമിച്ചവൻ. വാരാഞ്ഞു വരാതിരുന്നു. ഇതെല്ലാം പുതിയ വാക്കുകളാണ്. നമുക്ക് കവിതയുടെ ആശയം നോക്കാം. കാത്തിരിപ്പ്. ആരാണിവിടെ കാത്തിരിക്കുന്നത്? കൃഷ്ണന്റെ അമ്മയാണ് കാട്ടിൽ പോയ ഗോക്കളെ മേയ്ക്കാൻ പോയ കൃഷ്ണനെയും കാത്തിരിക്കുന്നത് അല്ലേ. വായിച്ചു നോക്കൂ. എൻ മകൻ എന്തുപോൽ വാരാഞ്ഞു തോഴി ചൊൽ, ഇന്നലെ ഇന്നേരം വന്നാനല്ലോ. എന്റെ മകൻ എന്താണ് തോഴി വരാത്തത്? അമ്മ ചോദിക്കുകയാണ്, കൃഷ്ണന്റെ അമ്മ ചോദിക്കുകയാണ്, എന്റെ മകൻ ഇതുവരെ വരാത്തത് എന്താണ് തോഴി ചൊല്ലു. ഇന്നലെ ഇന്നേരം, ഇന്നലെ ഈ സമയത്ത് അവൻ വന്നല്ലോ. അടുത്ത വരി നോക്കൂ. കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ, കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലേ. കാലികളെ കാണാതെ കാട്ടിൽ അവൻ നടക്കുമ്പോൾ അവന്റെ കാലിൽ മുള്ളു തറച്ചു കാണില്ലല്ലോ എന്ന് ആകുലപ്പെടുകയാണ് അമ്മ. പിന്നെയോ, കായ്കളെ കൊള്ളുവാൻ പാഴ്മരമേറിയിട്ടു, കാനനം തന്നിലേ വീണാനോതാൻ. എന്താണ് ഈ വരിയിൽ പറയുന്നത്? കായ്കൾ പറിക്കാൻ വേണ്ടി ഏതെങ്കിലും പാഴ്മരത്തിന്റെ മുകളിൽ കയറിയിട്ട് കാട്ടില് വീണു പോയിട്ടുണ്ടാകുമോ എന്ന് തോഴിയുടെ അമ്മ ചോദിക്കുകയാണ്. പിന്നെയോ, അടുത്ത വരി നോക്കൂ. ചാലെ തടുത്തു തെളിക്കുന്ന നേരത്തു, കാലികൾ കുത്തിക്കുതർന്നില്ലല്ലീ. കാട്ടിൽ കന്നുകാലികളെ മേച്ചു നടക്കുന്ന സമയത്ത് കന്നുകാലികൾ കണ്ണനെ കുത്തി പരിക്കേൽപ്പിച്ച് കാണില്ലല്ലോ എന്ന് ആകുലപ്പെടുകയാണ് അമ്മ. ഈ വരികളിലെല്ലാം അമ്മയുടെ വേദന വ്യക്തമാണ്. കാനനം തന്നിലെ നൽവഴി കാണാഞ്ഞു, ദീനനായി നിന്നുഴങ്ങുന്നാനോ താൻ. എന്താണ്? കാനനത്തിലെ ആ നല്ല വഴിയൊന്നും കാണാതെ, തിരിച്ചു വരാനുള്ള വഴി കാണാതെ അവൻ ആശങ്കപ്പെടുന്നുണ്ടോ, വ്യാകുലനാകുന്നുണ്ടോ? സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാലെ വഞ്ചിതനായാനോ ചൊല്ലു തോഴി എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. എന്താണത്? വീട്ടിലേക്ക് സഞ്ചരിച്ചു വന്ന വഴിയിൽ ഏതെങ്കിലും വൻ പുലിയുടെ മുന്നിൽ, അതായത് വലിയ ഒരു പുലിയുടെ മുന്നിൽ ചെന്ന് പെട്ട് കാണുമോ തോഴി എന്ന് ചോദിക്കുകയാണ്. അടുത്ത വരി നോക്കൂ. പിള്ളേരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കിടന്നാനോ താൻ. എന്താണ്? പിള്ളേരുമായിട്ട് കൂട്ടുകാരുമായിട്ട് കളിക്കുമ്പോൾ വീണു പോയി കാണുമോ എന്ന് ചോദിക്കുകയാണ്. ഇനി അവസാനത്തെ വരി നോക്കൂ. ചോറെല്ലാം മാറി ചമഞ്ഞു തുടങ്ങുന്നു, നീറുന്നതുള്ളവും പിന്നെ പിന്നെ.
ചോറ്, അവന് വേണ്ടി വെച്ച ചോറെല്ലാം ആറി തണുത്തു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അമ്മയുടെ മനവും, അതായത് അമ്മയുടെ മനസ്സും നീറിത്തുള്ളുന്നു എന്ന് വെച്ചാൽ ഒരുപാട് വേദനിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പാഠഭാഗ ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. കവിത താളമിട്ട് ചൊല്ലൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കവിത താളമിട്ട് ചൊല്ലി നോക്കണം. ടീച്ചർ പാടിയ താളത്തിലാവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈണത്തിൽ പാടാം. കാട്ടിലേക്ക് പോയ മകനെ എന്തെല്ലാം അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാകുമെന്നാണ് അമ്മ വേവലാതിപ്പെടുന്നത്. കവിത അർത്ഥം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അമ്മയുടെ വേവലാതികൾ. ഒന്ന് എഴുതിയാലോ? കാട്ടിലേക്ക് പോയ കണ്ണനെ സങ്കടത്തോടെ കാത്തിരിക്കുന്ന അമ്മയെ നമുക്ക് ഈ കവിതയിൽ കാണാവുന്നതാണ്. കാലികളുടെ പിന്നാലെ നടക്കുമ്പോൾ മുള്ളുകുത്തി മുറിവ് പറ്റിയിട്ടുണ്ടാവുമോ എന്നും, പഴങ്ങൾ പറിക്കാൻ മരത്തിൽ വലിഞ്ഞു കയറിയപ്പോൾ താഴെ വീണ് മുറിവ് പറ്റിയിട്ടുണ്ടാവുമോ എന്നും, കാലികളെ മേച്ചു നടക്കുമ്പോൾ അവ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടാവുമോ എന്നും, കാട്ടിൽ നിന്നും തിരിച്ചു വരാനുള്ള വഴി കാണാതെ വിഷമിച്ചിരിപ്പുണ്ടാവുമോ എന്നും, മടങ്ങി വരുന്ന വഴി പുലിയുടെ മുന്നിൽ പെട്ടിട്ടുണ്ടാവുമോ എന്നും, കുട്ടികളോടൊപ്പം കളിച്ചപ്പോൾ വീണ് ദുഃഖിതനായി കിടക്കുന്നുണ്ടാവുമോ എന്നും ഓർത്ത് അമ്മ വേവലാതിപ്പെടുന്നു. അടുത്ത ചോദ്യം നോക്കൂ. നേറുന്നതുള്ളവും പിന്നെ പിന്നെ. എന്താണ് ഈ വരികളുടെ ആശയം? കാട്ടിലേക്ക് പോയ മകൻ തിരികെ എത്താത്തതിനാൽ അമ്മയുടെ മനസ്സിൽ പേടിയും സങ്കടവും കൂടിക്കൂടി വരുന്നു. ഈ വരികളിൽ കവി പറഞ്ഞിരിക്കുന്നത് ആ സങ്കടത്താൽ അമ്മയുടെ മനസ്സ് നീറുന്നുണ്ട് എന്നാണ്. അടുത്ത ചോദ്യം നോക്കൂ. വാരാഞ്ഞു, വന്നാനല്ലോ എന്നിങ്ങനെ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത ഏതെല്ലാം പദങ്ങൾ ഈ കവിതയിലുണ്ട്? ഇന്ന് അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് നോക്കാം. എൻ മകൻ. ഇന്ന് ഉപയോഗിക്കുന്ന പദം എന്താണ്? എൻ മകന് പകരം എന്റെ മകൻ. ചൊല്ല്, പറയൂ. വാരാഞ്ഞു, വരാതിരുന്നു. വന്നാനല്ലോ, വന്നുവല്ലോ. കാണാഞ്ഞു, കാണാതെ. കാൽ തന്നിൽ, കാലിൽ. തറച്ചില്ലല്ലി, തറച്ചിട്ടുണ്ടാവില്ല അല്ലേ. ഏറിയിട്ടു, കയറിയിട്ട്. വീണാനോ താൻ, വീണതാണോ അവൻ. നൽവഴി, നല്ല വഴി. ദീനയായി, ദുഃഖിതയായി. തോഴി, കൂട്ടുകാരി. പിള്ളരുമായി, കുട്ടികളുമായി. അല്ലലായി, ദുഃഖിച്ച്. കിടന്നാനോ താൻ, കിടന്നതാണോ അവൻ. അപ്പോൾ ഈ പാഠഭാഗത്തിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. നിങ്ങൾക്ക് നന്നായി കവിത മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ താളമിട്ട് ചൊല്ലുകയും വീണ്ടും ആവർത്തിച്ച് ചൊല്ലുകയും ചെയ്യണം. 4ാം ക്ലാസ്സിലെ മലയാളം ആദ്യ പാഠം ചിറക് വിരിച്ച്, അതിൽ വരുന്ന ഇതിനു മുന്നേയുള്ള പാഠഭാഗങ്ങളെല്ലാം നമ്മൾ ക്ലാസ് എടുത്തതാണ്. ക്ലാസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അതുപോലെ 4ാം ക്ലാസ്സിലെ ക്ലാസ്സുകൾക്കായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.